മലപ്പുറം പോർത്തുഗൽ മേഖലയിൽ ഉണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. 25-ലേറെ വൈദ്യുത പോസ്റ്റുകൾ തകർന്നു വീണു. 900-ഓളം നേന്ത്രവാഴകൾ നിലംപൊത്തി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഈ മേഖലയിൽ മിന്നൽ ചുഴലി ആഞ്ഞടിച്ചത്. അരമണിക്കൂറിലേറെ നീണ്ടുനിന്ന ചുഴലിക്കാറ്റിലാണ് വ്യാപക നാശം. ചുണ്ടക്കാട്ട്, റബൂനി സി തോമസ്, ബിന്ദു പാറവിളയിൽ എന്നിവരുടെ നേന്ത്രവാഴകളാണ് നിലംപൊത്തിയത്. 1000 വാഴകളിൽ അവശേഷിക്കുന്നത് 100-ൽ താഴെ വാഴകൾ മാത്രമാണ്. 1.5 മാസത്തിന് ശേഷം വിളവെടുക്കാവുന്ന വാഴകളാണ് നശിച്ചത് എന്നും 7 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടെന്നും റബൂനി സി തോമസ് പറയുന്നു. 1000-നടുത്ത് വാഴ ഞങ്ങൾ വെച്ചതാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഉണ്ടായ കാറ്റിൽ അതിലൊരു ഏകദേശം ഒരു 120 എണ്ണേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം പോയി. ഒരു ഒന്നര മാസം കൂടെ കഴിഞ്ഞാൽ വെട്ടാവുന്ന കൊലയാണ്. 25-ലേറെ വൈദ്യുതി പോസ്റ്റുകൾ മരങ്ങൾ പൊട്ടിവിടുന്നതിനെ തുടർന്ന് തകർന്നു വീണു. പോത്തുകൽ KSEB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുത പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. എരുമമുണ്ട മേരിലാൻഡ് ഭാഗത്ത് മരം വീണ് ട്രാൻസ്ഫോമർ തകർന്നു. ഈ സമയത്ത് കടന്നുപോയ വാഹനങ്ങൾക്ക് മുകളിലേക്കും തേക്ക് മരങ്ങൾ ഉൾപ്പെടെ വീണ് നാശമുണ്ടായിട്ടുണ്ട്. പനങ്കയം ശ്രീശങ്കര ശാസ്താക്ഷേത്രം ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം. 2019-ൽ വലിയ പ്രളയമുണ്ടായ കവളപ്പാറയ്ക്ക് 1 കിലോമീറ്റർ അടുത്താണ് ഇന്നലെ രാത്രി ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.